കോടതിയിൽ സാറ് രജിസ്ട്രാർ സർവകലാശാലയിലേക്ക് കോടതിയിൽ ഇന്നിപ്പോ അപേക്ഷ അൻസാർ ഇന്ന് ഹൈക്കോടതിയിൽ ഇന്നിപ്പോ കേസ് നിലനിൽക്കുന്നുണ്ടോ? അൻസാറേ, ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ടോ? ഇത് സർവകലാശാലയുടെ സിൻഡിക്കേറ്റിന്റെ തീരുമാനപ്രകാരം അത് ഔദ്യോഗികമായി അറിയിച്ചതിനെ തുടർന്ന് അതിന്റെ തുടർ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. സാധാരണ നമ്മുടെ നാടിന്റെ സ്വത്താണ് ഈ സർവകലാശാല. ഇതിൽ ശാന്തമായി പോകണം, നന്നായി സർവകലാശാല ഉയരത്തിലേക്ക് വരണം. കേസ് നിലനിൽക്കുന്നുണ്ടോ സാർ? കേസിന്റെ ആവശ്യമുണ്ടോ? കേരള സർവകലാശാല രജിസ്ട്രാർ BC ഒഴിവാക്കിയ രജിസ്ട്രാർ ഇന്നലത്തെ സിൻഡിക്കേറ്റ് യോഗ തീരുമാനത്തിന്റെ തുടർച്ചയായി ഇപ്പോൾ സർവകലാശാലയിലേക്ക് എത്തുകയാണ്. ഏറ്റുമുട്ടലിന്റെ പാത തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ്. അതേസമയം ഹൈക്കോടതിയിലെ കേസിന്റെ കാര്യത്തിൽ രജിസ്ട്രാർ എന്ത് നിലപാടെടുക്കുമെന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു വിശദാംശം വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. പ്രശാന്ത്, നാടിന്റെ സ്വത്താണ് സർവകലാശാല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവർക്കും അറിയാം നാടിന്റെ സ്വത്താണ്. പക്ഷേ നാടിന്റെ സ്വത്തായ സർവകലാശാലകളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അത്ഭുതത്തോടെ സിൻഡിക്കേറ്റ് ഒരു വഴിക്ക് പോകുന്നു, VC ഒരു വഴിക്ക് പോകുന്നു. ഇനി അത് കോടതിയിൽ ഇതെങ്ങനെ തീരുമാനമുണ്ടാകുമെന്നാണ്. ഇവർ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വഴങ്ങാതെ തമ്മിൽ തല്ലി മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താണ് പരിഹാരം? ദിവേഷ്, ഇപ്പോൾ KS അനിൽകുമാർ രജിസ്ട്രാർ അദ്ദേഹം സസ്പെൻഷനിലാണ് VCയുടെ ഭാഷയിൽ. പക്ഷേ സിൻഡിക്കേറ്റ് ഇന്നലെ ആ തീരുമാനം റദ്ദാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ജോലിക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് സിൻഡിക്കേറ്റിന്റെ തീരുമാനപ്രകാരം താൻ വീണ്ടും രജിസ്ട്രാറായി ചുമതലയിലേക്ക് എത്തി എന്നത് തന്നെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അതിനർത്ഥം ഇനി അടുത്ത 1 മണിക്കൂർ കഴിയുമ്പോൾ കോടതിയിൽ ഈ കേസ് വരികയാണ്. അദ്ദേഹം തന്നെ കൊടുത്ത കേസ് വരികയാണ്. ആ കേസ് പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അപേക്ഷ ഇത് പിൻവലിക്കണമെന്നാണ്, അതായത് കേസ് പിൻവലിക്കണമെന്നുള്ളതാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇപ്പോൾ പരാതിയില്ല എന്ന് തന്നെ മനസ്സിലാക്കാൻ. കാരണം അദ്ദേഹം രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ VC മോഹനൻ കുന്നുമ്മൽ സസ്പെൻഡ് ചെയ്തതിലുള്ള നിയമപ്രശ്നമാണ് അദ്ദേഹം ഉന്നയിച്ച് കോടതിയിൽ പോയത്. ആ പ്രശ്നം അവിടെ പരിഹരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇന്നിപ്പോൾ സർവകലാശാലയിലെത്തി. അദ്ദേഹം ഇന്നിപ്പോൾ രാവിലെ ചുമതലയെത്തി. ഇന്നലെ തന്നെ വൈകിട്ട് എത്തിയിരുന്നു. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഔദ്യോഗികമായി അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിലവിലിപ്പോൾ പരാതിക്കാരന് പരാതിയില്ല. കോടതിയിൽ നിന്ന് അത് തന്നെയാണ് അറിയിക്കാൻ പോകുന്നത്. ഭൂരിപക്ഷത്തിൽ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ കോടതിയിലും വിലപ്പോകുന്ന ഒരു തീരുമാനമാണോ? അപ്പോൾ VC അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും പിന്നെ ആവശ്യമില്ല എന്ന് തോന്നുന്നല്ലോ. VCക്ക് ഇത്ര അധികാരമൊന്നും ഇല്ലെങ്കിൽ സിൻഡിക്കേറ്റ് മാത്രം മതി ഈ സംവിധാനങ്ങൾ ഭരിക്കാനും തോന്നുന്നില്ല. ഇത് എന്താണ് ഇതിന്റെ നിയമപരമായി ആർക്കാണ് ഇവിടെ വെയിറ്റ് കൂടുതൽ? അവിടെയാണ് ഇന്നിപ്പോൾ കോടതി എന്ത് നിർവചനം നടത്തുന്നു, എന്ത് നിരീക്ഷണം നടത്തുന്നു എന്നത് ഏറ്റവും പ്രധാനം. കാരണം കേരള സർവകലാശാല നിയമപ്രകാരമാണ് ഈ ഇന്നലെയും ഇന്നുമായി അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടക്കുന്ന നടപടികളും ശിക്ഷാ നടപടികളും അത് പിൻവലിക്കുന്ന നടപടികളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നടപടിയെടുത്തത് കേരള സർവകലാശാല നിയമത്തിലെ 10-13 വകുപ്പ് പ്രകാരമാണ്. VCയുടെ പ്രത്യേക അധികാരം ഒരു അടിയന്തര സാഹചര്യത്തിൽ നടപടി സ്വീകരിച്ചു. ചാൻസലർ കൂടിയായ ഗവർണറെ, സ്റ്റേറ്റ് ഹെഡിനെ ഈ രജിസ്ട്രാർ അവഹേളിച്ചു എന്ന വിഷയം ഉന്നയിച്ച് അപമാനിച്ചു എന്ന വിഷയത്തിലാണ് നടപടി ഉണ്ടായത്. പക്ഷേ അവിടെ ഈ നടപടി എടുക്കാൻ സിൻഡിക്കേറ്റിന് അധികാരമുള്ളൂ. അപ്പോൾ സിൻഡിക്കേറ്റ് കൂടാത്തപ്പോൾ VCക്കാണ് അധികാരം എന്ന എമർജൻസി സാഹചര്യം ആ വകുപ്പാണ് 10-13 ഉപയോഗിച്ചത്. പക്ഷേ 10-14 പറയുന്നുണ്ട് VCക്ക് ജോയിന്റ് രജിസ്ട്രാർ ഡെപ്യൂട്ടി രജിസ്ട്രാർ താഴെയുള്ളവരെ മാത്രമേ സസ്പെൻഡ് ചെയ്യാൻ കഴിയൂ എന്നുള്ളത്. അപ്പോൾ അത് ഉപയോഗിച്ചാണ് സിൻഡിക്കേറ്റ് സർവകലാശാല നിയമത്തിൻ്റെയും സ്റ്റാറ്റ്യൂട്ടിൻ്റെയും പിൻബലത്തിലാണ് ഇന്നലെ തീരുമാനമെടുത്തത്. ഇന്നലെ VC താൽക്കാലിക ചുമതലയുള്ള VC സിസ തോമസ് ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം പകരം ഒരാൾക്ക്, അത് VCക്ക് പകരം പ്രോ VC ഉണ്ടെങ്കിൽ പ്രോ VC ആകും ആ ചെയറിലേക്ക് വരിക. അവിടെ പ്രോ VC ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ സിൻഡിക്കേറ്റിലെ മുതിർന്ന അംഗം പ്രൊഫസർ രാധാമണിക്ക് ചുമതല കൊടുത്ത് സിൻഡിക്കേറ്റ് ഒരു പൂർണ്ണ അർത്ഥത്തിൽ യോഗം ചേർന്ന് നിയമപരമാക്കുന്നതിന് വേണ്ടി സിൻഡിക്കേറ്റ് യോഗത്തിലുണ്ടായത്. VCക്ക് പകരം മുതിർന്ന അംഗത്തിന് ചുമതല കൊടുത്തുകൊണ്ടായിരുന്നു ഇന്നലെ സിൻഡിക്കേറ്റിന്റെ തീരുമാനം. എന്തായാലും ഇപ്പോൾ ഭാരതാംബ ചിത്ര വിവാദം എത്തി നിൽക്കുന്നത് സർവകലാശാലയുടെ പ്രവർത്തനമാകെ സ്തംഭിപ്പിക്കുന്ന ഒരു തരത്തിലേക്കാണ്. ഹൈക്കോടതി എന്ത് പറയുന്നു എന്നതാണ് വളരെ പ്രധാനം. അല്പം മുമ്പാണ് സസ്പെൻഷനിലായ രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തേക്ക് സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരം VCയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത്.